പൊതുവെ മഴക്കാലങ്ങളിൽ മിക്കവാറും എല്ലാവരും കണ്ടുവരുന്ന ഒരു അസുഖമാണ് വളങ്കടി. അതുപോലെ പാടത്തും പറമ്പത്തും ചെളിയിലും ഒക്കെ പണിയെടുക്കുന്നവരിലും ഈ അസുഖം കണ്ടുവരുന്നുണ്ട്. എന്നാൽ അരമണിക്കൂറത്തെ കഷ്ടപ്പാട്, ഒരാഴ്ചത്തെ കാത്തിരിപ്പ്, 6 മുതൽ 8 മാസം വരെ നമുക്ക് ഉപയോഗിക്കാവുന്ന ഒരു കിടിലൻ ഔഷധം, അതാണ് നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത്. ആരാക്കാനട്ട് ഓയിൽ അഥവാ സുപ്പാരി ഓയിൽ എന്നറിയപ്പെടുന്ന നമ്മുടെ സാക്ഷാൽ പാക്കെണ്ണ. നമുക്ക് വളരെ സുലഭമായിട്ട് കിട്ടുന്ന 3 ഐറ്റങ്ങൾ ഉപയോഗിച്ചിട്ടാണ് നമ്മളിത് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതെങ്ങനെയാണെന്ന് നമുക്കൊന്ന് കണ്ടുനോക്കാം. ഫ്രണ്ട്സ്, അപ്പോൾ നമുക്കിതിനായിട്ട് ആദ്യം വേണ്ടത് മൂപ്പ് കുറഞ്ഞ പാക്കാണ്. നാട്ടിൻ പ്രദേശങ്ങളിൽ ചമ്പം പാക്ക്, കളിപ്പാക്ക് എന്ന പേരിൽ അറിയപ്പെടുന്ന ഇളം പച്ചനിറത്തിലുള്ള ഒരു പാക്കാണ് ഞാൻ ഇതിനായിട്ട് എടുത്തിട്ടുള്ളത്. നമുക്കിനി അടുത്തായിട്ട് വേണ്ടത് വെളിച്ചെണ്ണയാണ്. ആട്ടിയ വെളിച്ചെണ്ണ അല്ലെങ്കിൽ പാക്കറ്റിലുള്ള വെളിച്ചെണ്ണ നമുക്ക് ഇതിനായിട്ട് ഉപയോഗിക്കാം. പക്ഷേ ആട്ടിയ വെളിച്ചെണ്ണ എടുക്കുന്നതായിരിക്കും കൂടുതൽ ഉത്തമം. അതുപോലെ നമുക്ക് അടുത്തായിട്ട് വേണ്ടത് കുറച്ച് കർപ്പൂരമാണ്. അങ്ങനെ നമ്മുടെ ഈ കൂട്ടിന് ആവശ്യമായ 3 ഐറ്റങ്ങൾ ഞാനിവിടെ എടുത്തു വെച്ചിട്ടുണ്ട്. ഇനി ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. അപ്പോൾ ഇതിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ചമ്പം പാക്കിൻ്റെ ഉള്ളിലെ കുരുന്നടയ്ക്കുക വളരെ കനം കുറച്ച് ചെറുതായിട്ട് നമുക്കൊന്ന് അരിഞ്ഞെടുക്കാം. അപ്പോൾ അത് നമുക്കൊന്ന് ചെയ്തെടുക്കാം. ഫ്രണ്ട്സ്, അങ്ങനെ നമ്മുടെ ചമ്പം പാക്ക് കുഞ്ഞു കുഞ്ഞു കഷ്ണങ്ങളായിട്ട് ഞാൻ അരിഞ്ഞ് മാറ്റി വെച്ചിട്ടുണ്ട്. നമുക്കിനി അടുത്തായിട്ട് വേണ്ടത് ഒരു ഗ്ലാസ്സാണ്. അപ്പോൾ നിങ്ങൾക്ക് സ്റ്റീൽ ഗ്ലാസ്സോ കുപ്പി ഗ്ലാസ്സോ എന്ത് വേണമെങ്കിലും എടുക്കാം. പക്ഷേ അതിനകത്തിൽ അല്പം പോലും വെള്ളത്തിൻ്റെ അംശം ഉണ്ടാവാൻ പാടില്ല. അപ്പോൾ അങ്ങനെ ഒരു ഗ്ലാസ് നമ്മൾ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഈ ഗ്ലാസ്സിലേക്ക് നമ്മൾ എണ്ണ ഒഴിച്ചു കൊടുക്കാൻ പോവാണ്. അപ്പോൾ ഈ ഗ്ലാസിൻ്റെ ഒരു 1/4 ഭാഗത്തോളം ഞാൻ എണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ നമ്മൾ എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ പാക്ക് ഇതിലേക്ക് ഞാൻ ഇട്ട് കൊടുക്കുകയാണ്. അങ്ങനെ പാക്ക് നമ്മൾ പൂർണ്ണമായിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ മാറ്റി വെച്ച കർപ്പൂരത്തിൽ നിന്നും ഒരു 3 കഷ്ണം കർപ്പൂരം ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് ഇളക്കി ഒന്ന് മാറ്റി വെക്കാം. അങ്ങനെ ഈ ചമ്പം പാക്കിൻ്റെ നീര് പൂർണ്ണമായിട്ട് നമ്മുടെ എണ്ണയിലേക്ക് ഇങ്ങനെ ഇറങ്ങി വരുന്നതിനും അതുപോലെ നമ്മുടെ എണ്ണയ്ക്കൊരു ചെറിയൊരു മണം കിട്ടുന്നതിനും വേണ്ടിയാണ് നമ്മൾ ഈ കർപ്പൂരം ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. അങ്ങനെ ഒരു 3 മുതൽ 5 ദിവസം വരെ നമ്മളിങ്ങനെ വെച്ച് കൊടുത്ത് കഴിയുമ്പോഴത്തേക്ക് ഇതിൽ പൂർണ്ണമായിട്ട് ഇതിൻ്റെ നീരെല്ലാം ഇതിലേക്ക് ഇങ്ങനെ ഊർന്നിറങ്ങി നമുക്ക് നല്ലൊരു അളവിലേക്ക് മാറ്റി കിട്ടും. ഫ്രണ്ട്സ്, അങ്ങനെ 5 ദിവസത്തിന് ശേഷമുള്ള നമ്മുടെ എണ്ണയുടെ അവസ്ഥയാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. നമ്മുടെ എണ്ണയിലെ കർപ്പൂരം പാക്കിലെ നീര് കംപ്ലീറ്റും പൂർണ്ണമായിട്ട് ഇതിലേക്ക് ഇങ്ങനെ വലിച്ചെടുത്തിട്ടുണ്ട്. കണ്ടോ, പൂർണ്ണമായിട്ട് ഇതിനെ അതിൽ അലിഞ്ഞ് മാറിയിട്ടുണ്ട്. ഞാൻ നിങ്ങളെ ഒന്ന് കാണിച്ചു തരാം. പാക്കിൻ്റെ അവസ്ഥ നിങ്ങളൊന്ന് നോക്കിയോ, കണ്ടോ ഫ്രണ്ട്സ്. അപ്പോൾ ഇനി ഒരു ചെറിയ കുപ്പിയിലേക്ക് നമ്മുടെ എണ്ണ പൂർണ്ണമായും മാറ്റിയ ശേഷം നീര് പറ്റിയ നമ്മുടെ പാക്ക് വെയിലത്ത് വെച്ച് നന്നായിട്ട് ഉണക്കിയെടുക്കാം. ഒരു ദിവസത്തെ വെയിൽ മൊത്തം കൊള്ളിച്ച് നന്നായിട്ട് നമുക്കൊന്ന് ഉണക്കിയെടുക്കാം. ഫ്രണ്ട്സ്, അങ്ങനെ നമ്മുടെ പാക്ക് നല്ല രീതിയിൽ ഞാൻ ഉണക്കിയെടുത്തിട്ടുണ്ട്. ഇനി നല്ല രീതിയിൽ നമുക്കൊന്ന് പൊടിച്ചെടുക്കാം. കുറച്ച് സമയം എടുത്ത് തന്നെ പൊടിക്കുക. പൊടിക്കുന്ന സമയത്ത് വളരെ ചെറിയ തരികളായിട്ട് കിട്ടത്തക്ക രീതിയിൽ നമുക്ക് നല്ല രീതിയിൽ ഇതിനെ പൊടിച്ചെടുക്കാം. ഫ്രണ്ട്സ്, അങ്ങനെ നമ്മുടെ പാക്കെല്ലാം നല്ല രീതിയിൽ ഞാൻ പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഒരു ചെറിയ കഷ്ണം തുണിയിൽ ഒന്ന് കിഴി കെട്ടി ഒരു 6 മണിക്കൂർ നമുക്കൊന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം. ഫ്രണ്ട്സ്, അപ്പോൾ ഇനി നമ്മുടെ ഫൈനൽ സ്റ്റെപ്പാണ്. ഇനി നമ്മുടെ പൊടിപ്പാക്ക് നമ്മുടെ എണ്ണയിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒരു രാത്രി ഫുൾ ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം. അതിനുശേഷം നമുക്ക് ഇത് ഉപയോഗിച്ച് തുടങ്ങാം. വൈകുന്നേരം ഒരു 6-6:30 മണിയോടുകൂടിയാണ് ഞാനിത് റെസ്റ്റ് ചെയ്യാനായിട്ട് വെച്ചത്. ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് രാവിലെ ഒരു 7 മണിക്കുള്ള നമ്മുടെ എണ്ണയുടെ അവസ്ഥയാണ്. കണ്ടോ, എല്ലാം അടിഞ്ഞ് നല്ല അടിപൊളിയായിട്ട് ഇങ്ങനെ വന്നിട്ടുണ്ട്. അങ്ങനെ പാകമായ ഈ ഒരു എണ്ണ നമുക്ക് അധികം വൈകാതെ തന്നെ ഉപയോഗിച്ച് തുടങ്ങാം. ഫ്രണ്ട്സ്, അങ്ങനെ നമ്മുടെ പാക്കെണ്ണ ഇവിടെ റെഡിയായി കഴിഞ്ഞു. ഇനി ഇതെങ്ങനെയാണ് ഉപയോഗിക്കുന്നത് ഞാൻ കാണിച്ചു തരാം. ഇതിൽ നിന്ന് കുറച്ചൊരല്പം നമ്മൾ ഉള്ളം കൈയിലേക്ക് എടുത്തിട്ട് നല്ല രീതിയിൽ കയ്യിൽ നല്ല തേച്ച് പിടിപ്പിക്കുക. ഇനി നമ്മുടെ കാലിൻ്റെ വിരലിൻ്റെ ഇടയിലേക്ക് നല്ല രീതിയിലൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഈ ഭാഗത്താണ് നമ്മൾ കൂടുതലും വളം കടിക്കുന്നത്. അപ്പോൾ ഈ ഭാഗത്തെല്ലാം നമ്മൾ നല്ല രീതിയിലൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക. അങ്ങനെ 2 കാലിലും അപ്ലൈ ചെയ്തിട്ട് ഇനി നിങ്ങൾ പാടത്തോ പറമ്പിലോ ചെളിയിലോ എവിടെയാണെന്ന് വെച്ചാൽ നിങ്ങൾ പോയി കിളച്ചോ, ഒരു കുഴപ്പമില്ല, വളം കടിക്കില്ല, ഞാൻ ഗ്യാരണ്ടി തരാം.
ഇത് നമ്മളൊരു കുപ്പിയിൽ അടച്ച് സൂക്ഷിച്ചു കഴിഞ്ഞാൽ നമുക്ക് 6 മുതൽ 8 മാസം വരെ ഇത് ഉപയോഗിക്കാനായിട്ട് പറ്റും. അങ്ങനെ നമ്മൾ നിർമ്മിച്ചെടുത്ത നമ്മുടെ പാക്കെണ്ണയുടെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെങ്കിൽ ഒരു ലൈക്കും ഷെയറും കൊടുത്തൊന്ന് സപ്പോർട്ട് ചെയ്തേക്കുക. അതുപോലെ വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങൾ നമ്മുടെ ഈ വീഡിയോയുടെ താഴെ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്തേക്കുക. അപ്പോൾ ഇതിലും വ്യത്യസ്തമായ മറ്റു വീഡിയോയുമായി നമുക്ക് വീണ്ടും വരാം. ടിൽ ദെൻ ബൈ ബൈ.